Hey everyone, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സാരിയൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. നമുക്കൊന്ന് സാരി ഡ്രേപ്പിംഗ് ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ആക്ച്വലി ഇതൊരു ഓർഗൻസ മെറ്റീരിയൽ ആണ്. അറിയാലോ നിങ്ങൾക്ക്, ഓർഗൻസ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ചുരുക്കി പിടിച്ചാൽ അത് ഇങ്ങനെ അങ്ങ് തുറന്നു പോരുന്ന അങ്ങനത്തെ ഒരു ഭയങ്കര പൊങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ്. അപ്പൊ ഏറ്റവും കംഫർട്ടബിൾ ആക്കിയിട്ട് ഇത് ഉടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അയണിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ പോർഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സാരി ഉടുക്കുന്ന സമയത്ത് അതിന്റെ അടിയിൽ ഒരു ചെറിയ ഷോർട്സ് ഇടാറുണ്ട്. ഷോർട്സ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലേക്ക് കുറച്ച് നമുക്ക് ഹിപ്പ് കുറച്ച് ഉണ്ടായാൽ ഉള്ള ആളുകളാണെങ്കിൽ ഓക്കെ. കുറച്ചൊരു ഈ ഭാഗത്തേക്ക് കുറച്ചുകൂടെ എനിക്ക് തടി വേണമായിരുന്നു, പക്ഷെ ദൈവം തന്നില്ല, എന്ത് ചെയ്യാം, നമുക്ക് ഉണ്ടാക്കി വെക്കാം, അത്രയല്ലേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഒരു ഷോർട്സ് എടുത്തിട്ട്, ചുരുക്കുള്ള ഷോർട്സ് ആണ്, ആ ചുരുക്ക് ഭാഗം കുറച്ച് ഇങ്ങോട്ടേക്ക് ആക്കി വെക്കും. എന്നിട്ടാണ് അതിന്റെ മേലെ അണ്ടർസ്കേർട്ട് ഉടുക്കുന്നത്. അണ്ടർസ്കേർട്ട് ഉടുക്കുമ്പോഴും അണ്ടർസ്കേർട്ടിന്റെ രണ്ട് ഭാഗങ്ങൾ, ഇപ്പൊ ഇത് മിഡി ആയതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല, രണ്ട് ഭാഗം ഇങ്ങനെ നന്നായിട്ട് വലിച്ച് ആ ചുരുക്ക് ഭാഗം ഇങ്ങോട്ട് മാറ്റി വെക്കും. ആ ഒരു കർവ് ഷേപ്പ് നമുക്ക് കിട്ടും. സാരി ഉടുക്കുന്ന സമയത്ത് ആ ഒരു കർവ് ഷേപ്പ് ഭയങ്കര ആ ഒരു ഷേപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. എന്റെ ഹിപ്പ് ഇവിടെയാണ് വരുന്നത്. ഞാനൊരു ജസ്റ്റ് അതിന്റെ മേലേക്കായിട്ടാണ് എപ്പോഴും അണ്ടർസ്കേർട്ട് ഉടുക്കുന്നത്. ഇതിങ്ങനെ വല്ലാതെ ഇവിടെ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നന്റ് ആയ പോലെ തോന്നും, വയർ ഒരുപാട് തോന്നും. ആ ഒരു ബോണില്ലേ നമുക്കിവിടെ, ഒരു പെൽവിക് ബോണില്ലേ, ആ ബോണിന്റെ എന്റെ ആ ഒരു ബോൺ ഇവിടെയാണ് വരുന്നത്. അതിന്റെ കുറച്ച് മേലേക്കായിട്ടാണ്, മേലേക്ക് എന്ന് പറയുമ്പോൾ ഒരു ഇഞ്ച് മേലെ ആയിട്ടാണ് ഇതിന്റെ ഒരു കെട്ട് വരുന്നത്. ആ ഒരു ഹിപ്പിന്റെ ഭാഗം നന്നായിട്ട് ഇങ്ങനെ നമുക്ക് ആ വയറിന്റെ ഭാഗം ചുരുക്കി കെട്ടാൻ പറ്റുന്ന രീതിയിൽ ആ ബോണിന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ അതിന് താഴേക്ക് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് ആക്ച്വലി സാരി വിയറിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു വൾഗാരിറ്റി, ഒരു എക്സ്പോസിങ് രീതിയിലാണ് ആയിട്ടുള്ള രീതിയിൽ. സാരി എന്ന് പറയുന്നത് നല്ല വസ്ത്രമാണ്, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉടുക്കാം. എത്രയും ഭംഗിയില്ലാതെ ഉടുക്കാം, എത്ര മോഡേൺ ആയിട്ടും ഉടുക്കാം, എത്ര വൾഗർ ആയിട്ടും ഉടുക്കാം, എത്ര എക്സ്പോസ് ചെയ്തിട്ട് വേണമെങ്കിലും ഉടുക്കാം, ഒട്ടും എക്സ്പോസ് ചെയ്യാതെ കവർ ചെയ്തിട്ട് ഉടുക്കാം. ഒരു 5 മീറ്റർ തുണിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു താജ്മഹൽ തന്നെ പണിയാം അല്ലെ. ഏത് ചെരുപ്പാണോ നിങ്ങൾ ഇടുന്നത് ആ ചെരുപ്പ് ഇട്ടിട്ട് വേണം സാരി ഉടുക്കാനായിട്ട്. ഹീൽസ് ആയിരിക്കും ചിലപ്പം, ഫ്ലാറ്റ്സ് ആണെങ്കിൽ പിന്നെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹീൽസ് ആവുമ്പോ എന്താന്ന് വെച്ചാല് ആ ഒരു നമ്മൾ ഉടുത്തു കഴിയുമ്പോൾ പിന്നെ നമ്മള് വെള്ളപ്പൊക്കത്തിൽ മുണ്ടെടുത്ത പോലെ ഉണ്ടാവും, കാലിന്റെ ഭാഗത്തേക്ക് പൊങ്ങി കിടക്കും. ഓക്കെ, ജസ്റ്റ് ഒരൊറ്റ കറക്കം ഇവിടെ കുത്തി നമ്മളുടെ വലത് കൈ വരുന്ന ഭാഗത്തേക്ക് കുത്തുക, എന്നിട്ട് ഒരൊറ്റ കറക്കം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കുട്ടികളൊക്കെ ഉണ്ടാവല്ലോ സാരി ഉടുക്കാൻ പഠിക്കാൻ. ഞാൻ എന്റെ 10ാമത്തെ വയസ്സിലാണ് സാരി ഉടുക്കുന്നത്. അതിന് കാരണമുണ്ട്. 10ാമത്തെ വയസ്സ് എനിക്ക് ഇത്ര ഓർത്ത് വെക്കാനായിട്ട്. അമ്മ ആ സമയത്ത് അനിയത്തി പ്രഗ്നന്റ് ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ 10 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ആ സമയത്ത് അമ്മ സാരി ഉടുക്കുമായിരുന്നു. ഒരു ലാസ്റ്റ് മന്ത്സ് ഒക്കെ ആയപ്പോഴേക്കും സാരി ഉടുക്കും. അങ്ങനെ അമ്മ അഴിച്ചിടുന്ന സാരി ഞാൻ എടുത്തുകൊടുക്കും. അങ്ങനെയാണ് ഞാൻ സാരി ഉടുക്കാൻ ഫസ്റ്റ് പഠിക്കുന്നത്. പിന്നെ ഞാൻ എന്റെ 18th ഏജിൽ TTC ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് ഒരു ഓഗസ്റ്റ് 15th ഞാൻ ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഓഗസ്റ്റ് 15th ഒരു സെറ്റ് സാരിയാണ് ഞാൻ ഉടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഓക്കെ, പിന്നെ അങ്ങോട്ട് റെഗുലർ ഡെയിലി യൂണിഫോം സാരിയാണ്. അപ്പം പിന്നെ എനിക്കൊരു കോംപ്ലിമെന്റ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ടക്ക് ഇൻ ചെയ്ത് വെച്ചു. ഇവിടെയാണ് ആ ഫസ്റ്റ് പോർഷൻ ചെയ്യുന്നത്. വലതുവശത്ത് നമ്മുടെ വലത് കൈയുടെ ഭാഗത്തേക്ക് എടുത്തിട്ട് ഇത് നിങ്ങൾക്കറിയാലോ, തലഭാഗം ഇങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു കറക്കം കറങ്ങിക്കഴിഞ്ഞാൽ സാരി ഇങ്ങനെ നമ്മുടെ കൈ കിട്ടും. ഇത് മൊത്തം ബാക്കിയുള്ള തുണിയാണ് കേട്ടോ. ഇവിടുന്ന് എങ്ങനെ എടുക്കുക, ഇത് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരിക. നമുക്ക് മുന്താണിയുടെ ഭാഗം മാത്രം കയ്യിലെടുത്തിട്ട് വരിക. ഈ ഭാഗം ഇതാണ് നമ്മുടെ ഭാഗം, ഇവിടെ വരുന്ന ഭാഗം. അപ്പൊ ഇങ്ങനെ എന്നിട്ട് പിടിച്ചിട്ട് ജസ്റ്റ് ഒരു വലി, നമുക്ക് എത്ര വേണം എന്നുള്ളത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചു നോക്ക്. ഞാനിപ്പം പിന്ന് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു ലെങ്ത് ഇത് ഇവിടെ ഇടാനായിട്ടില്ല. ഇപ്പൊ നമ്മൾ ഇതിവിടെ പിടിച്ചല്ലോ. ഇനി ഇത് എന്ത് ചെയ്യാ, ഒറ്റ കറക്കം ഈ മേലെ ഭാഗത്തേക്ക് വരുന്ന സൈഡ് പിടിച്ചിട്ട് ഒരു കറക്കം കറക്കി കയ്യിൽ വെച്ചോ. ഇനി ഇത് പിടിച്ചിട്ട് നിങ്ങളിവിടെ ഷോൾഡറിൽ വെക്കാം. ഇനി വേണമെങ്കിൽ ഇത് പ്ലീറ്റ്സ് എടുത്തിട്ട് ഇട്ട് പിന്നു കുത്താം, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാല് ഇവിടെ നിന്ന് ഈ ഇടതുവശത്തെ കൈ എടുക്കുക, വലത് കൈ എടുക്കുക, ഇങ്ങനെ വെക്കുക. നിങ്ങളുടെ കാലിന്റെ തൊട, വലത്തെ കാലിന്റെ തൊടയിലേക്ക് ഒന്ന് ഒരു കൈ വെക്കുക. അവിടുന്ന് എഗെയിൻ ഇങ്ങനെ ഒന്ന് പിടിക്കുക നിങ്ങളുടെ ഇടതുവശത്തെ തൊടയിലേക്ക്. ഓക്കെ, ഇവിടുന്ന് വേണം നമ്മൾ ഇനി പ്ലീറ്റ്സ് എടുക്കാനായിട്ട്. ഇത്രയും ക്ലോത്ത് നമ്മൾ വെക്കണം ഇവിടെ ഉള്ളിലേക്ക്.
എന്നാലാണ് നമുക്ക് ആ ഒരു ലൈക്ക് ഒരു സ്ലീക്ക് ഷേപ്പ് വരുന്നത് ഇവിടെ. അപ്പം ഈ ഒരു ഭാഗം മുതൽ ഞാൻ പ്ലീറ്റ്സ് എടുക്കുകയാണ് കേട്ടോ. പ്ലീറ്റ്സ് എടുക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ചൂണ്ട് വരെ വേണ്ടിയിട്ടാണ് കേട്ടോ, കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അറിയുന്നവർ. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് എഗെയിൻ ആ ഒരു വിരൽ മെല്ലെ അവിടെ നിന്ന് വിടിയിക്കുക. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട്, പിന്നെ ഇങ്ങനെ വിടിയിക്കുക. ഇത് ചിലപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന സമയത്തൊന്നും കിട്ടിയെന്ന് വരില്ല. ഒരു 4-5 തവണ ട്രൈ ചെയ്യുമ്പോഴൊക്കെ ആയി വരുള്ളൂ. ഇങ്ങനെ ഇതുണ്ടല്ലേ, ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ പിന്നെ ബാക്കി ഇവിടെ നമുക്ക് ഇങ്ങനെ വലിച്ചാല് ഇങ്ങനെ വലിയുന്ന തരത്തിലുള്ളത്. അപ്പൊ ഈ സംഭവം എന്ത് ചെയ്യാം, കുറച്ച് കൂട്ടിയിട്ട് എപ്പോഴും ഇത് കണ്ടോ, നമുക്ക് ഈ ഒരു ഇതൊരു പ്ലേറ്റ് ആയിട്ട് അല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു പകുതിക്കൽ അവിടെ ഇവിടെ ആയിട്ട് കിടക്കും, മുഴുവൻ അല്ലാതെ ഇങ്ങനെ തുറന്നു പോകും. നമ്മുടെ കറക്റ്റ് ഇവിടേക്ക് ക്ലോസ് ചെയ്ത് നിൽക്കില്ല. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഞാൻ എപ്പോഴും ഒരു ഇത് കണ്ടോ, ഈ ഒരു ലെങ്ത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ഒരു ലെങ്ത് ഞാൻ കൂടുതൽ ഇടാറുണ്ട്. ഇവിടെ ഒരു പിന്നൂത്തും ബാക്ക് സൈഡിൽ. ഇതെനിക്ക് അയൺ ചെയ്യാനും കൂടി ആയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. നിങ്ങളിപ്പോ ഇവിടെ രണ്ടും ഞാനിപ്പോ പിൻ ചെയ്തു. നിങ്ങൾക്ക് ഞാൻ അതാണ് പണി, കാരണം ഇതിങ്ങനെ തെറിച്ച് നിൽക്കാണ് സംഭവം. ഇത് പിടിക്കാന്ന് പറയണത് ഒരു ടാസ്ക് ആണ്. ജസ്റ്റ് ഇങ്ങനെ പൊന്തിച്ച് പിടിക്കുക. ഇങ്ങനെ 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 കുടഞ്ഞു നോക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു വിധെങ്കിലും വരും. മാക്സിമം 5, 6, നമുക്ക് ചുരുക്കി ചെറുതാക്കി എടുത്താൽ 7, 8 ഒക്കെ കിട്ടും കേട്ടോ. ഞാനിപ്പോ ഇത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ലെങ്ത് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിതിൽ 7ഉം 8ഉം ഒക്കെ ചെയ്യാറുണ്ട്. കാരണം ചെറുതെടുക്കും പ്ലീറ്റ്സ്, ഈ ഒരു വലുപ്പം ഇല്ലാതെ കുഞ്ഞു കുഞ്ഞിതെടുക്കും. അവസാനത്തത് മാത്രം കുറച്ച് കൂടുതൽ കൊടുക്കും. എന്നിട്ട് ഇപ്പൊ ഇതിങ്ങനെ പിടിച്ചില്ലേ, ഇനി ഇവിടെ ഇവിടെ പിടിക്കുക. ഇത് ഈ കയ്യിലേക്ക് അങ്ങോട്ട് ഇടുക, ഇവിടെ പിടിക്കുക, എന്നിട്ട് താഴെ പ്ലീറ്റ്സ്. ഇതിപ്പോ നമുക്കിനി ഇവിടെ കുത്താം. ഇത് കണ്ടോ, ഇനി ഇതിന്റെ പ്ലീറ്റ്സ് എടുക്കാം. മറ്റേ പ്ലീറ്റ്സ് എടുത്ത പോലെ എത്ര എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. പക്ഷെ നമ്മുടെ ഒരു ശരീരത്തിനനുസരിച്ച് അവസാനത്തെ പ്ലീറ്റ് മാത്രം ഒന്ന് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെ ഞാൻ കണ്ടില്ല, 2 പിന്ന് വെച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ട്. പ്ലീറ്റ്സ് ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഇതങ്ങോട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട്, എന്നിട്ട് അടയ്ക്കുക. ഇവിടെ നമ്മൾ വലിച്ചിട്ട് നമ്മൾ ആ കുത്തി അവിടെ വരെ വലിച്ചു പിടിക്കുന്നുണ്ട് കേട്ടോ, അത്രയും തോനെ. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഏരിയാസ് ആക്കിയിട്ട് പിന്നെ കുത്തി കൊടുക്കുക. നമുക്ക് അയണിങ്ങിന് ഈസി ആയിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. ഇനി വരുന്നത് അയണിങ് ആൻഡ് ഡ്രേപ്പിംഗ് പാർട്ടാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പാർട്ട് 2 അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ അങ്ങോട്ട് ക്ലിക്ക് ചെയ്താൽ നമ്മൾ വല്ലാതെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. ബൈ.